ഹായ് ഓൾ, വെൽക്കം ടു കോപ്പറേറ്റീവ് ബൂസ്റ്റർ. ഞാൻ വിഷ്ണു പുഷ്പരാജ്. അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോറിൻ കോപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതാണ് ഫോറിൻ കോപ്പറേഷൻ. അപ്പോൾ ഫോറിൻ കോപ്പറേഷൻ എന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം കേട്ടോ. പണ്ട് കാലങ്ങളിൽ 2020, 19, 18 കാലങ്ങളിലൊക്കെ ആ സമയത്ത് നമ്മുടെ പരീക്ഷകൾക്ക് CSEBയുടെ എക്സാമുകൾക്ക് ഫോറിൻ കോപ്പറേഷൻ നല്ല രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അത്രയും കാണുന്നില്ല. 3-4 ചോദ്യമൊക്കെ മാക്സിമം അല്ലേ. എന്നാലും നമുക്കൊന്നും വിട്ടുകളയാൻ പറ്റില്ല. അപ്പം നമുക്ക് ഫോറിൻ കോപ്പറേഷനായിട്ട് അല്ലേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൂടെ നമുക്ക് പഠിച്ചിട്ട് പോവാം കേട്ടോ. അപ്പം ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫോറിൻ കോപ്പറേഷൻ ഇംഗ്ലണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലേ. നമുക്കറിയാം ഫോറിൻ കോപ്പറേഷൻ പഠിക്കുമ്പോൾ തന്നെ ഏകദേശം 13 രാജ്യങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പം ഇന്ന് ഇംഗ്ലണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇംഗ്ലണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ. ഇപ്പൊ ഇംഗ്ലണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ റോബർട്ട് ഓവനെ കുറിച്ചും അല്ലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ കുറിച്ചൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ, ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആണ് നോക്കാം. നോക്കിയേ, ഫസ്റ്റ് പോയിന്റിൽ പറയുകയാണ് അല്ലെ, ഇംഗ്ലണ്ട് ഈസ് കൺസിഡേർഡ് ആസ് ബർത്ത് പ്ലേസ്. കുറെ കാര്യങ്ങളുടെ ബർത്ത് പ്ലേസ് അല്ലെ, ജന്മദേശമായിട്ട് നമ്മൾ ഇംഗ്ലണ്ടിനെ കാണുന്നുണ്ട്. ആ രാജ്യത്തെ ബ്രിട്ടൻ, ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ബ്രിട്ടനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കണക്കാക്കുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലെ. ആ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ബർത്ത് പ്ലേസ്, സഹകരണ പ്രസ്ഥാനങ്ങളുടെ ബർത്ത് പ്ലേസ്, ജന്മദേശമായിട്ട് ഇംഗ്ലണ്ടിനെ കണക്കാക്കുന്നു. പിന്നെ കൺസ്യൂമർ കോപ്പറേറ്റീവ്സിന്റെ ബർത്ത് പ്ലേസ്, പിന്നെ ട്രേഡ് യൂണിയൻ ബ്രാഞ്ച് ബാങ്കിങ് അല്ലെ. ട്രേഡ് യൂണിയൻ ഒക്കെ ഇംഗ്ലണ്ടിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. അതിൽ ബ്രാഞ്ച് ബാങ്കിങ് ഇന്ത്യയിലും ഉണ്ട്, ഇംഗ്ലണ്ടിലും ഉണ്ടെന്ന് ഓർത്ത് വെച്ചേട്ടോ. ട്രേഡ് യൂണിയൻ, ബ്രാഞ്ച് ബാങ്കിങ്, ഹൗസിംഗ് കോപ്പറേറ്റീവ്സ്, സ്റ്റോർ മൂവ്മെന്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെച്ചേക്കുക. ഇതെല്ലാം ഇതിന്റെ ഒക്കെ ബർത്ത് പ്ലേസ് വരുന്നത് ഇംഗ്ലണ്ടാണ് കേട്ടോ. ഇതിന്റെയൊക്കെ ബർത്ത് പ്ലേസ് വരുന്നത് ഇംഗ്ലണ്ടാണ്. ഇതിന്റെയൊക്കെയാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ, നമ്മൾ കാണുന്ന സഹകരണ പ്രസ്ഥാനത്തിന്റെ ബർത്ത് പ്ലേസ്. കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്, അതുപോലെ കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെന്റ് നല്ല രീതിയിൽ സക്സസ് ആയ രാജ്യമാണ്. നല്ല രീതിയിൽ തന്നെ അവിടെ രൂപീകൃതമായി വന്നിട്ടുണ്ട്. അപ്പോൾ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്, ട്രേഡ് യൂണിയനുകൾ, ബ്രാഞ്ച് ബാങ്കിങ്, ഹൗസിംഗ് കോപ്പറേറ്റീവ്സ്, സ്റ്റോർസ് മൂവ്മെന്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ പറയുന്നുണ്ട് പ്യുവർ ഡിപ്പോസിറ്റ് ബാങ്കിങ് റിലേറ്റഡ് ടു ഇംഗ്ലണ്ട് എന്നൊക്കെ ചില പുസ്തകങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം. കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ജന്മദേശമാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്, ട്രേഡ് യൂണിയൻ, ബ്രാഞ്ച് ബാങ്കിങ്, ഹൗസിംഗ് കോപ്പറേറ്റീവ്സ്, സ്റ്റോർ മൂവ്മെന്റ്. ഇത്രയാണ് ഇതിന്റെ ഏകദേശം 1, 2, 3, 4, 5, 6 എണ്ണത്തിന്റെ ബർത്ത് പ്ലേസ് ആയിട്ട് നമ്മൾ ഇംഗ്ലണ്ടിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം നമുക്കറിയാം ബർത്ത് പ്ലേസ്, കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ജന്മദേശം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണ്. നമുക്കറിയാം ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഒക്കെ ഒരു ഈവൽ എഫക്ട് മൂലമാണ് എന്ത് ചെയ്യുന്നത്, കോപ്പറേറ്റീവ് മൂവ്മെന്റ് അല്ലെ, ആ ചൂഷണങ്ങളിൽ നിന്നൊക്കെ നമുക്കൊന്ന് രക്ഷ നേടാൻ വേണ്ടിയാണ് ഈ കോപ്പറേറ്റീവ് മൂവ്മെന്റ് രൂപീകൃതമാകുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇവിടെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റാർട്ടഡ് ബൈ മോട്ടിവേറ്റഡ് പീപ്പിൾ. ജനങ്ങൾ സ്വമേധയാ രൂപീകരിച്ച ഒരു മൂവ്മെന്റ്, ഒരു പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം ഇവിടെ ലോകത്തില്. അപ്പൊ അത് ഇംഗ്ലണ്ടാണ്. കാരണം ഇംഗ്ലണ്ട് ഈസ് ദ ബർത്ത് പ്ലേസ്. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റാർട്ടഡ് ബൈ മോട്ടിവേറ്റഡ് പീപ്പിൾ എന്ന് ഓർത്ത് വെച്ചേക്കുക. ജനങ്ങൾ സ്വമേധയാ തന്നെ മോട്ടിവേറ്റഡ് ആയിട്ട് മുൻപോട്ട് വന്ന് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അടുത്താണ് പറയുക, മെക്ക ഓഫ് കോപ്പറേഷന്റെ മെക്ക എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടാണ് കേട്ടോ. ഓർത്തേ, എന്റെ കൂടെ തന്നെ പഠിച്ചേ, മെക്ക ഓഫ് കോപ്പറേഷൻ. മെക്ക ഓഫ് കോപ്പറേഷൻ എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഇംഗ്ലണ്ടിനെ ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് കണക്കാക്കുന്നു, കൺസ്യൂമർ കോപ്പറേറ്റീവിന്റെ ബർത്ത് പ്ലേസ് ആയിട്ട് കണക്കാക്കുന്നു, ട്രേഡ് യൂണിയന്റെ ബർത്ത് പ്ലേസ് ആയിട്ട് കണക്കാക്കുന്നു. പിന്നെ ബ്രാഞ്ച് ബാങ്കിങ് ഒക്കെ അവിടെ നല്ല രീതിയിൽ തന്നെ രൂപീകൃതമായിട്ടുണ്ട്. ഇന്ത്യയിലും ഉണ്ട് കേട്ടോ. ബാങ്കിങ് പഠിപ്പിക്കുമ്പോൾ ഞാനത് പറഞ്ഞു തരാം. പിന്നെ ഹൗസിംഗ് കോപ്പറേറ്റീവ്സ്, സ്റ്റോർ മൂവ്മെന്റ് ഒക്കെ അതിന്റെയൊക്കെ ബർത്ത് പ്ലേസ് ഇംഗ്ലണ്ടാണ്. പിന്നെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് മോട്ടിവേറ്റഡ് പീപ്പിൾ ആണ്, അതും നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ഓൾസോ നോൺ ആസ് മെക്ക ഓഫ് കോപ്പറേഷൻ കേട്ടോ. സഹകരണത്തിന്റെ മെക്ക എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടാണ്. അപ്പൊ മദീന ജർമ്മനിയാണ്. അത് നമുക്ക് ജർമ്മനി പഠിക്കുമ്പോൾ പഠിക്കാം. ഓക്കെ. അടുത്താണ് ക്രാഡിൽ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ്. എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടാണ് കേട്ടോ. മക്കളെ ക്രാഡിൽ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്. ക്രാഡിൽ ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് വരുന്നുണ്ട്. അതെവിടെയാ? അത് ജർമ്മനിയിലാണ്. ക്രാഡിൽ ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് വരുന്നത് ജർമ്മനിയിലാണ്. ക്രാഡിൽ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് വരുന്നത് ഇംഗ്ലണ്ടിലാണ്. ക്ലിയർ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ, അടുത്തൊരു പോയിന്റ് ആണ്. നോക്കിയേ, ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ദ വേൾഡ് അല്ലെ. നമ്മൾ ആലോചിക്കുക, ലോകത്തിലെ
അല്ലെ, ലോകത്തിലെ ആദ്യത്തെ നിയമം സഹകരണവുമായി ബന്ധപ്പെട്ട് ലോകത്ത് വന്ന ആദ്യത്തെ നിയമമാണ് ഇത്. ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ, സഹകരണവുമായി ബന്ധപ്പെട്ട് ലോകത്ത് ആദ്യമായിട്ട് രൂപീകൃതമായ നിയമം ഏതാണ്? അത് ഇംഗ്ലണ്ടിലാണ് വന്നത്. എന്താണ് ആ നിയമത്തിന്റെ പേരെന്താണ്? ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊവിഡന്റ് സൊസൈറ്റീസ് ആക്ട്. എന്താണ്? ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊവിഡന്റ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1852. ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊവിഡന്റ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1852. എന്താണ്? നോർത്ത് വെച്ച് ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊവിഡന്റ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1852 ആണ് ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ എന്താണ് സഹകരണവുമായി ബന്ധപ്പെട്ട് ആദ്യമായി രൂപീകരിച്ചത് അല്ലെ, ആദ്യമായി രൂപീകൃതമായ നിയമം, ആദ്യമായി പാസ്സാക്കിയ നിയമം ഏതാണ്? ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊവിഡന്റ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1852. 1852. ഇപ്പം നിങ്ങൾ ഇത് പഠിക്കുമ്പോഴുണ്ടല്ലോ ഈ 1862 ഇവിടെ പഠിച്ചേക്കണം കേട്ടോ. കാരണം ഒരു തവണ പരീക്ഷയ്ക്ക് 1862 ചോദിച്ചിട്ടുണ്ട്. കാരണം അവിടെ വലിയൊരു അമെന്റ്മെന്റ് 1852 ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊവിഡന്റ് സൊസൈറ്റീസ് ആക്ട് വന്നു. അതിൽ വളരെ വലിയ രീതിയിലൊരു അമെന്റ്മെന്റ് 1862 ഉണ്ടായി. അതുകൊണ്ടാണ് ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ 62 ചോദിക്കാം. അന്ന് ഓർത്ത് വെച്ചേക്കുക. ഒരു പരീക്ഷയ്ക്ക് കേട്ടോ ഒരു PYQ ആയിട്ട് വന്നിട്ടുണ്ട്, വർഷം 1862 വന്നിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഓർത്തേക്കാം കേട്ടോ. അല്ല 1852 മാത്രമായിട്ടിരിക്കരുത്. 1852 രൂപീകൃതമായി 1862 അമെന്റ്മെന്റ് നടത്തി കേട്ടോ. പിന്നെ ഹോളിയർ ഹൗസ് ഈസ് ദ ഹെഡ് ക്വാർട്ടർ ഓഫ് കോപ്പറേറ്റീവ് യൂണിയൻ ഇൻ ഇൻ ഇംഗ്ലണ്ട്. ഓക്കെ, ഇംഗ്ലണ്ടിലെ അതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. എന്താണ് ഇംഗ്ലണ്ടിലെ കോപ്പറേറ്റീവ് യൂണിയന്റെ ഹെഡ് ക്വാർട്ടർ എന്ന് അറിയപ്പെടുന്നത് ഹോളിയർ ഹൗസ് ആണ്. ഓക്കെ, ഹോളിയോക്കിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഹോളിയർ ഹൗസ് ഈസ് ദ ഹെഡ് ക്വാർട്ടർ ഓഫ് കോപ്പറേറ്റീവ് യൂണിയൻ ഇൻ ഇംഗ്ലണ്ട് അല്ലേ. ഹോളിയർ ഹൗസ് ഈസ് ദി ഹെഡ് ക്വാർട്ടർ ഓഫ് കോപ്പറേറ്റീവ് യൂണിയൻ ഇൻ ഇംഗ്ലണ്ട് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ക്ലിയർ ആയോടെ? ഇത്തരം കാര്യങ്ങൾ ഏകദേശം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഏകദേശം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത പോയിന്റിലേക്ക് പോവാം. അടുത്ത സ്ലൈഡിൽ പറയുകയാണ് ടേംസ് അസോസിയേറ്റഡ് വിത്ത് ഇംഗ്ലീഷ് കോപ്പറേഷൻ. ഇംഗ്ലീഷ് കോപ്പറേറ്റീവ് മൂവ്മെന്റുമായി ബന്ധപ്പെട്ട ചില ടേംസുകളാണ് പണ്ട് കാലങ്ങളിൽ പരീക്ഷയ്ക്ക് യോജിച്ചിട്ടുണ്ടായിരുന്നു. കോപ്പറേറ്റീവ് പാർട്ടി, കോപ്പറേറ്റീവ് റിവ്യൂ, കോപ്പറേറ്റീവ് കോമൺവെൽത്ത്, കോൺ ലോസ്, വിമൻസ് ഗിൽഡ്, കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർ. എന്താണ് കോപ്പറേറ്റീവ് പാർട്ടി, കോപ്പറേറ്റീവ് റിവ്യൂ, കോപ്പറേറ്റീവ് കോമൺവെൽത്ത്, കോൺ ലോസ്, വിമൻസ് ഗിൽഡ് അല്ലേ, കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർ. പിന്നെ ഒരു സംഭവം ഉണ്ട്, അത് ഞാൻ എഴുതിയേക്കാം. എന്താണ് അപ്ക്യൂൾ എന്ന് പറയും. ABCUL അപ്ക്യൂൾ. ഇതൊന്ന് ഓർത്തേക്ക് കേട്ടോ. എന്താണ് അസോസിയേഷൻ ഓഫ് ബ്രിട്ടീഷ് കോപ്പറേറ്റീവ് യൂണിയൻ ലിമിറ്റഡ്. അപ്ക്യൂൾ എന്താണ്? അസോസിയേഷൻ ഓഫ് ബ്രിട്ടീഷ് കോപ്പറേറ്റീവ് യൂണിയൻ ലിമിറ്റഡ്. അസോസിയേഷൻ ഓഫ് ബ്രിട്ടീഷ് കോപ്പറേറ്റീവ് യൂണിയൻ ലിമിറ്റഡ് ആണ് അപ്ക്യൂള്. അത് ഇംഗ്ലണ്ടുമായി ബന്ധപ്പെട്ട ടേം ആയിട്ട് കണക്കാക്കണം. അപ്പൊ ഒന്നുകൂടെ നോക്കിയാൽ കോപ്പറേറ്റീവ് പാർട്ടി, കോപ്പറേറ്റീവ് റിവ്യൂ, കോപ്പറേറ്റീവ് കോമൺവെൽത്ത്, കോൺലോസ്, വിമൻസ് ഗിൽഡ്, കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർ, പിന്നെ അപ്ക്യൂള് അസോസിയേഷൻ ഓഫ് ബ്രിട്ടീഷ് കോപ്പറേറ്റീവ് യൂണിയൻ ലിമിറ്റഡ്. ഇത്തരം കാര്യങ്ങൾ ഇംഗ്ലീഷ് കോപ്പറേഷനുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഇംഗ്ലണ്ടുമായി ബന്ധപ്പെട്ട ചില ടേംസുകളാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് പോവാം. ഇനിയും പഠിക്കാനാണെങ്കിൽ പോയിന്റ്സുകൾ നമുക്ക് തരാം, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ ഒന്ന് പഠിച്ചിട്ട് പോകുക കേട്ടോ. ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ ഒന്ന് പഠിച്ചിട്ട് പോവുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇംഗ്ലണ്ടുമായി ബന്ധപ്പെട്ടത് കേട്ടോ. ഇംഗ്ലണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലേ, കോപ്പറേറ്റീവ് മൂവ്മെന്റ്, കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്, ട്രേഡ് യൂണിയൻ, ബ്രാഞ്ച് ബാങ്കിങ്, ഹൗസിംഗ് കോപ്പറേറ്റീവ്, സ്റ്റോർ മൂവ്മെന്റ്, ഇതിന്റെയൊക്കെ ബർത്ത് പ്ലേസ് ഇംഗ്ലണ്ട് ആണ് അല്ലെ. അവിടുത്തെ മോട്ടിവേറ്റഡ് പീപ്പിൾ ആണ് ഇത് രൂപീകൃതമായത്. കാരണം ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഈവിൾ എഫക്ട് മൂലമാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ മെക്ക ഓഫ് കോപ്പറേഷൻ എന്നറിയപ്പെടുന്നു, ക്രാഡിൽ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്നറിയപ്പെടുന്നു. പിന്നെ ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്ന ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊവിഡന്റ് സൊസൈറ്റീസ് ആക്ട് ആണ് 1852. അത് 1862 ഒരു അമെന്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. പിന്നെ ഹോളിയോക്ക് ഹൗസ് എന്ന് പറയുന്നത് എന്താണ്? ഇസ് എ ഹെഡ് ക്വാർട്ടർ ഓഫ് കോപ്പറേറ്റീവ് യൂണിയൻ ഇൻ ഇംഗ്ലണ്ട് എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ കോപ്പറേറ്റീവ് പാർട്ടി, കോപ്പറേറ്റീവ് റിവ്യൂ, കോപ്പറേറ്റീവ് കോമൺവെൽത്ത്, കോൺലോസ്, വിമൻസ് ഗിൽഡ്, കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർ, അപ്ക്യൂള്, ഇതൊക്കെ ഇംഗ്ലീഷ് കോപ്പറേഷനുമായി ബന്ധപ്പെട്ട ചില പദങ്ങൾ, ചില ടേംസ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇംഗ്ലണ്ടുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇംഗ്ലണ്ട് ആ രാജ്യവുമായി ബന്ധപ്പെട്ടത് ഇനിയും പഠിക്കാനുണ്ട്. നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് എന്താണ്? റോബർട്ട് ഓവനെ കുറിച്ചൊക്കെയാണ്, അവിടുത്തെ കോപ്പറേറ്റീവ്സിനെ കുറിച്ചൊക്കെയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് എന്താണ് ഇനി നമുക്ക് റോബർട്ട് ഓവനെ കുറിച്ച് നോക്കാം അല്ലെ. റോബർട്ട് ഓവനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പൊ നമുക്കിനി റോബർട്ട് ഓവനെ കുറിച്ച് നോക്കിയാലോ. ഓക്കെ, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് റോബർട്ട് ഓവനെ കുറിച്ചാണ് അല്ലെ. ഇദ്ദേഹത്തിന്റെ പേര് അറിയത്തില്ലാത്ത ആരും കാണില്ല. സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ പേരറിയത്തില്ലാത്ത ആരും കാണില്ല അല്ലെ. എന്തുകൊണ്ടാണ്? ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ് അല്ലെ. എന്താണ് ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ്?
അതായത് സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? റോബർട്ട് ഓവൻ ആണ്. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ്. ലോകത്തില് സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ ആരെന്ന് ഉത്തരവ് എഴുതും? എല്ലാവർക്കും അറിയാം, റോബർട്ട് ഓവൻ ആണ്. 1771 മുതൽ 1858 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം അല്ലെ. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം അല്ലെ. അടുത്ത പോയിന്റ് പറയാണ്, ജനിച്ചത് 14/5/1771 അറ്റ് ന്യൂട്ടനിൽ 14/5/1771 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ വൈഫിന്റെ പേരാണ് കരോളിന ഡെയിൽ അല്ലെ. കരോളിന ഡെയിൽ എന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ, പേരൊന്നും നമ്മൾ ചോദിക്കില്ല. അടുത്താണ് സെക്യുലറിസ്റ്റ് കോപ്പറേറ്റർ എന്നറിയപ്പെടുന്ന ആരാണ്? റോബർട്ട് ഓവൻ ആണ് അല്ലെ. സെക്യുലറിസ്റ്റ് കോപ്പറേറ്റർ എന്നറിയപ്പെടുന്ന റോബർട്ട് ഓവൻ ആണ്. പിന്നെ പറയുന്നുണ്ട്, റോബർട്ട് ഓവൻ കൺസിഡേർഡ് ആസ് ആൻ ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഉട്ടോപ്യൻ ചിന്താഗതിക്കാരല്ല, ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റ് എന്നറിയപ്പെടുന്ന സഹകരണ മേഖലയിലെ പിതാവെന്ന് തന്നെ പറയാം അല്ലെ. അദ്ദേഹത്തെ എന്താണ് ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റ്? എന്താണ് ഉട്ടോപ്യൻ ചിന്താഗതി എന്ന് പറഞ്ഞാൽ? നല്ല നല്ല ഐഡിയാസ് ഉണ്ട്, പക്ഷെ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ പറ്റില്ല അല്ലെ. പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുള്ള ഐഡിയാസ് ഓക്കെ നമുക്ക് പറയാം. അതിൻ്റെ അത് പറയുന്നുണ്ട്, 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ ആനന്ദം, 8 മണിക്കൂർ വിശ്രമം എന്നൊക്കെ പറഞ്ഞ ചില ഇദ്ദേഹത്തിന്റെ ഐഡിയോളജീസ് ഒക്കെ ഉണ്ട്. അതൊക്കെ അമ്പേ പരാജയപ്പെട്ടു പോയി. അപ്പം നല്ല നല്ല ഐഡിയാസ് ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും പ്രാവർത്തികമാക്കാൻ അദ്ദേഹത്തെ കൊണ്ട് പറ്റിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റ് എന്ന് പറയപ്പെടുന്നത്. ഉട്ടോപ്യൻ ചിന്താഗതി എന്ന് പറയുന്നത് എന്താണ്? പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുള്ള ചിന്താഗതികളെയാണ് ഉട്ടോപ്യൻ ചിന്താഗതി. അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല. ഓക്കെ, ഇപ്പൊ റോബർട്ട് ഓവൻ എന്താണ് ആ ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. ഓക്കെ, ഈ പെണ്ണ് ഓർത്ത് വെച്ചേക്കുക. റോബർട്ട് ഓവൻ ഫൗണ്ട് എ സ്കൂൾ ഇൻ ഹിസ് കോട്ടൺ മിൽ. അതായത് കോട്ടൺ മിൽ ഉണ്ടായിരുന്നു, അതിനെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. കോട്ടൺ മിൽ കമ്മ്യൂണിറ്റി ഇൻ സ്കോട്ട്ലൻഡ് ഇൻ ദ 1817 ഓർത്ത് വെച്ചേക്കുക. അത്ര കണ്ട് ഫേമസ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യം ചോദിച്ചിട്ടൊന്നുമില്ല. ഇതൊക്കെ ബാക്കിയെല്ലാം നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്, അദ്ദേഹം ജനിച്ചത്, സെക്യുലറിസ്റ്റ് കോപ്പറേറ്റർ, ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റ് ഒക്കെ നമ്മളോട് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓർത്ത് വെക്കുക, ന്യൂ ലെനാർക്ക് ഫാക്ടറി സിറ്റുവേറ്റഡ് അറ്റ് സ്കോട്ട്ലൻഡ്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടാണ് ന്യൂ ലെനാർക്ക് ഫാക്ടറി കേട്ടോ. ന്യൂ ലെനാർക്ക് ഫാക്ടറി സിറ്റുവേറ്റഡ് അറ്റ് സ്കോട്ട്ലൻഡ്. പിന്നെ റോബർട്ട് ഓവൻ സ്റ്റാർട്ടഡ് ഹിസ് ഫസ്റ്റ് കോളനി അല്ലെ. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് കോളനി സ്റ്റാർട്ട് ചെയ്ത് എവിടെയാണ്? പറയുന്നത് ന്യൂ ഹാർമണി ആണ് അല്ലെ. 1826 ഓർത്ത് വെച്ചേക്കുക. റോബർട്ട് ഓവൻ സ്റ്റാർട്ടഡ് ഹിസ് ഫസ്റ്റ് കോളനി ഇൻ 1826. 1826 റോബർട്ട് ഓവൻ അദ്ദേഹത്തിന്റെ ആദ്യത്തെ കോളനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ പേര് ന്യൂ ഹാർമണി അല്ലെ. അത് അടുത്ത പോയിന്റ് പറയുന്നത് ന്യൂ ഹാർമണി ഇസ് ദി ഫസ്റ്റ് അല്ലെ ഇസ് ദി കോപ്പറേറ്റീവ് കോളനി സ്റ്റാർട്ടഡ് ബൈ റോബർട്ട് ഓവൻ എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇപ്പൊ ന്യൂ ലെനാർക്ക് ഫാക്ടറി ഉണ്ട്, പിന്നെന്താണ് ന്യൂ ഹാർമണി ഉണ്ട് അല്ലെ. അതൊക്കെ ഓർത്തേക്കണം, പഠിച്ചിട്ടുള്ള നിങ്ങൾക്കെല്ലാം ഇതറിയാം. ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഓർപ്പിക്കുന്നുള്ളൂ. അടുത്താണ് ലൈഫ് ഓഫ് റോബർട്ട് ഓവൻ ഹാസ് ബീൻ ഡിസ്ക്രൈബ്ഡ് ആസ് ലൈഫ് ഓഫ് റിച്ച് പ്രൊമിസസ് ആൻഡ് പുവർ പെർഫോമൻസ്. വളരെ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ലൈഫ് ഓഫ് റോബർട്ട് ഓവൻ ഹാസ് ബീൻ ഡിസ്ക്രൈബ്ഡ് ആസ് ലൈഫ് ഓഫ് റിച്ച് പ്രൊമിസ് ആൻഡ് പുവർ പെർഫോമൻസ് അല്ലെ. അദ്ദേഹത്തിന്റെ ജീവിതത്തെ നമ്മൾ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഒരുപാട് ലൈഫ് ഓഫ് റിച്ച് പ്രോമിസസ്, നല്ല നല്ല പ്രോമിസസ് ബട്ട് പുവർ പെർഫോമൻസ്. കാരണം അദ്ദേഹം നൽകിയ ആ പ്രോമിസുകളൊന്നും അദ്ദേഹത്തെ കൊണ്ട് പാലിക്കാൻ പറ്റിയില്ല അല്ലേ. അതായത് നമ്മൾ ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റ് എന്നല്ലേ പറയപ്പെടുന്നത്. കാരണം പ്രവൃത്തി കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് നല്ല നല്ല ഐഡിയാസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഓക്കെ, അടുത്താണ് റോബർട്ട് ഓവൻ ടുക്ക് ഓവർ ദ മാനേജ്മെന്റ് ഓഫ് ന്യൂ ലെനാർക്ക് മിൽ ഫസ്റ്റ് ടൈം ബൈ ജാനുവരി 1800. അപ്പൊ ഇവിടെ ഒരു കഥയുണ്ട് കേട്ടോ. ന്യൂ ലെനാർക്ക് മില്ല്, അവിടെ ഒരു കഥയുണ്ട്. ഇദ്ദേഹം പറയുന്നുണ്ട്, ഒരു മിൽ വർക്കറായി ജോലി പ്രവേശിച്ചു, ഒരു മിൽ ഓണറായി, മിൽ തൊഴിലാളിയിൽ നിന്നും മിൽ ഓണറായി. അങ്ങനെയാണ് അവിടുത്തെ മുതലാളിയുടെ മകളെ പ്രണയിച്ച് വിവാഹം കഴിച്ചു കേട്ടോ. മുതലാളിയുടെ മകളെ ആരാണ്? കരോളിന ഡെയിൽ അല്ലേ. അദ്ദേഹം നല്ല രീതിയിൽ പ്രണയിച്ചു, മുതലാളിയുടെ മകളെ തന്നെ പ്രണയിച്ചു, വിവാഹം കഴിച്ചു, ആ മില്ലിന്റെ ഉടമസ്ഥനായി മാറി. അപ്പൊ അദ്ദേഹത്തെ പറയുന്നുണ്ട് അല്ലെ, ഒരു മിൽ വർക്കർ ആയിരുന്നു അദ്ദേഹം, പിന്നീട് മിൽ ഓണറായി കേട്ടോ. അത് പറയുന്നുണ്ട്, മിൽ തൊഴിലാളിയിൽ നിന്നും മിൽ ഉടമസ്ഥനായ കാര്യം പറയുന്നുണ്ട്. അത് എങ്ങനെയാന്ന് ചോദിച്ചാൽ മുതലാളിയുടെ മകളെ പ്രണയിച്ച് വിവാഹം കഴിച്ചു, അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു പോയിന്റ് ചോദിച്ചിട്ടുണ്ട്, റോബർട്ട് ഓവൻ ഈസ് കൺസിഡർഡ് ആസ് ദി ഫാദർ ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ്. ഇതൊന്ന് ഓർത്തെ, പണ്ട് കാലങ്ങളിൽ സ്ഥിരം ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫാദർ ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നും നമ്മൾ റോബർട്ട് ഓവനെ കൺസിഡർ ചെയ്യാറുണ്ട് കേട്ടോ. റോബർട്ട് ഓവൻ ഈസ് കൺസിഡർഡ് ആസ് ദി
ഫാദർ ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് ഓർത്ത് വെച്ചു. അപ്പോൾ ഈ പോയിന്റ്സുകളൊക്കെ ഓർത്ത് വെച്ചേക്കാം. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ്, ന്യൂട്ടൺ 1771 അല്ലെ, 4/5/1771 അദ്ദേഹം ജനിച്ചു, മെയിലാണ്. സെക്യുലറിസ്റ്റ് കോപ്പറേറ്റർ ആണ്, ഉട്ടോപ്പിയൻ സോഷ്യലിസ്റ്റ് ആണ്, ഉട്ടോപ്പിയൻ ചിന്താഗതിയൊക്കെയായിരുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ എന്താണ് അദ്ദേഹം ലൈഫ് ഓഫ് റോബർട്ട് ഓവൻ ഹാസ് ബീൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ ലൈഫ് ഓഫ് റിച്ച് പ്രോമിസ് ആൻഡ് പുവർ പെർഫോമൻസ് ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെ എന്താണ് കോപ്പറേറ്റീവ് എക്കണോമിക് സൊസൈറ്റി ഈസ് ദ ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ റോബർട്ട് ഓവൻ. അപ്പോൾ റോബർട്ട് ഓവൻ എസ്റ്റാബ്ലിഷ് ചെയ്ത ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് കോപ്പറേറ്റീവ് എക്കണോമിക് സൊസൈറ്റി. അതൊന്ന് ഓർത്തിരുന്നു കേട്ടോ. എന്താണ് ഈ കോപ്പറേറ്റീവ് എക്കണോമിക് സൊസൈറ്റി ഈസ് ദി ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ റോബർട്ട് ഓവൻ എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ റോബർട്ട് ഓവൻ എൻകറേജ് സ്മോൾ ടൈപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ചെറിയ രീതിയിലുള്ള അല്ലെ സ്മോൾ ടൈപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നാണ് നമ്മുടെ റോബർട്ട് ഓവൻ എൻകറേജ് ചെയ്തിരുന്നു കേട്ടോ. റോബർട്ട് ഓവൻ എൻകറേജസ് സ്മോൾ ടൈപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റി. റോബർട്ട് ഓവൻ എൻകറേജസ് സ്മോൾ ടൈപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ലേബർ നോട്ട്, ലേബർ എക്സ്ചേഞ്ച് ഇതൊക്കെ ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്തതാണ്. അത്ര വലിയ വിശദമായിട്ടൊന്നും പഠിക്കാൻ പോകണ്ട കേട്ടോ. ലേബർ നോട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ഒരു വ്യക്തി എത്ര മണിക്കൂർ ചിലവഴിച്ചോ അതാണ് ആ പ്രോഡക്റ്റിന്റെ വാല്യൂ, അതാണ് ലേബർ നോട്ടുകൾ. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുമെന്ന് മനസ്സിലാക്കി പോയാൽ മതി കേട്ടോ. ചോദിക്കാം, പണ്ട് കാലങ്ങളിൽ സ്ഥിരം ചോദിച്ചാണ്. ഇപ്പോൾ എന്താണ് ഇതൊന്നും ചോദിച്ച് കാണുന്നുമില്ല, അതും കൂടെ ഞാൻ പറയണം. ഇപ്പോൾ ഇതൊന്നും അങ്ങനെ ചോദിച്ച് കാണുന്നില്ല, എങ്കിലും ഇത് നമ്മുടെ സിലബസിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടില്ല കേട്ടോ. അടുത്താണ് ലേബർ എക്സ്ചേഞ്ച്. ആരാണ് സ്റ്റാർട്ട് ചെയ്തത്? ലേബർ എക്സ്ചേഞ്ച് സ്റ്റാർട്ടഡ് ബൈ റോബർട്ട് ഓവൻ. ലേബർ എക്സ്ചേഞ്ച് സ്റ്റാർട്ടഡ് ഇൻ ദ ഇയർ 3/9/1832. അതും കൂടെ ഓർത്തേക്കണം, 3/9/1832. ലേബർ എക്സ്ചേഞ്ച് ഗീവൺ മെമ്പർഷിപ്പ് ടു ബോത്ത് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമർ. പ്രൊഡ്യൂസേഴ്സിനും കൺസ്യൂമറിനും എന്താണ് ഒരുപോലെ അവിടെ അംഗത്വം നൽകിയിരുന്നത് ഇതിന്റെ ലേബർ എക്സ്ചേഞ്ച്. ഇത് വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു തിയറിയാണ്, ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റൻസസ്. ഇതാണ് ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റൻസസ്. ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റൻസസ് റിലേറ്റഡ് ടു റോബർട്ട് ഓവൻ. അതൊരു തിയറിയാണ്. ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റൻസസ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു തിയറിയാണ്. എന്താണ് ആ തിയറി എന്ന് നോക്കാം അല്ലെ. ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റൻസസ് എന്താണ്? അതൊരു തിയറിയാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ഒരു തിയറിയാണ്, നല്ലൊരു തിയറി ആയിരുന്നു. എന്താണ് ആ തിയറിയിൽ പറയുന്നത്? നോ മെൻ ബൈ ബർത്ത് നെയ്തർ ടു ഗുഡ് നോർ ബാഡ് ബട്ട് സർക്കംസ്റ്റൻസസ് മേക്ക് എ മെൻ ഗുഡ് ഓർ ബാഡ്. അത് പരിസരവാദ സിദ്ധാന്തം എന്ന് പറയും. മലയാളത്തിലൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ എന്താണ് പരിസരവാദ സിദ്ധാന്തം? നോ മാൻ ബൈ ബർത്ത് നെയ്തർ ടു ഗുഡ് നോർ ബാഡ് ബട്ട് സർക്കംസ്റ്റാൻസസ് മേക്ക് എ മൻ ഗുഡ് ഓർ ബാഡ്. എന്താണ് പറയുക? ഒരു വ്യക്തിയുടെ എന്താണ് ജനനമല്ല അവന്റെ സ്വഭാവം നിർണ്ണയിക്കുന്നത്. എന്താണ്? ബട്ട് സർക്കംസ്റ്റാൻസസ്, അവൻ വളർന്നു വന്ന ആ സാഹചര്യമാണ് ഒരു വ്യക്തിയെ നല്ലതെന്നും ചീത്തയെന്നും വേർതിരിക്കുന്നത്. ഒരാൾ നല്ല പൈസ ഉള്ള ഒരു വീട്ടിൽ ജനിച്ചു, പക്ഷെ അവന്റെ സാഹചര്യം ചീത്ത കൂട്ടുകെട്ടിലൊക്കെ പെട്ടുപോയെങ്കിൽ അവന്റെ സ്വഭാവം ഒന്നാണ് ചീത്തയായി പോകും. പക്ഷേ സാധാരണ കുടുംബത്തിൽ ജനിച്ചു, അല്ലെങ്കിൽ പണമില്ലാത്തടത്ത് ജനിച്ചാലും കുഴപ്പമില്ല, നല്ലൊരു സാഹചര്യം നല്ലൊരു അന്തരീക്ഷമാണെങ്കിൽ അവൻ എന്താണ് പറയുക നല്ല രീതിയിൽ വളർന്നു വരും. ശരിയല്ലേ? ഇപ്പോഴും അതിന് പ്രസക്തി ഉണ്ടല്ലേ. അതായത് ഒരു വ്യക്തിയുടെ ജനനമല്ല അവന്റെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നത്, പിന്നെന്താണ് അവൻ വളർന്നു വന്ന പരിസരം അല്ലെങ്കിൽ അവൻ വളർന്നു വന്ന ആ പരിസ്ഥിതിയാണ്. നല്ല സമൂഹത്തിൽ അല്ലെങ്കിൽ നല്ല കൂട്ടുകാരുടെ ഇടയിലാണ് നല്ല രീതിയിലാണ് വളർന്നു വന്നതെങ്കിൽ അവന്റെ സ്വഭാവം നല്ല രീതിയിലേക്ക് പോകും. പക്ഷെ എന്താണ് പറയുക, ചീത്ത കൂട്ടുകളിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ, അതായത് നല്ലൊരു പരിസരം അല്ലേ, നല്ലൊരു സർക്കംസ്റ്റൻസസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നും ഈ ഒരു തിയറിക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഇന്നും നമ്മൾ കാണുന്നതാണ് നല്ലൊരു സർക്കംസ്റ്റൻസസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു വ്യക്തിയെ മാറാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റൻസസ് പരിസരവാദ സിദ്ധാന്തം എന്നാണ് എൻ്റെ മലയാളം കേട്ടോ. അതായത് പരിസരവാദ സിദ്ധാന്തം. നോ മാൻ ബൈ ബർത്ത് നെയ്തർ ടു ഗുഡ് നോർ ബാഡ് ബട്ട് സർക്കംസ്റ്റൻസസ് മേക്ക് എ മാൻ ഗുഡ് ഓർ ബാഡ്. ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത പോയിന്റ് ആണ് നോൺ ആസ് ദ ഫാദർ ഓഫ് ലേബർ വെൽഫെയർ ഓർഗനൈസേഷൻ. ഓർത്ത് വെക്കുക കേട്ടോ. എന്താണ് നോൺ ആസ് ദ ഫാദർ ഓഫ് ലേബർ വെൽഫെയർ ഓർഗനൈസേഷൻ? ലേബർ വെൽഫെയർ ഓർഗനൈസേഷന്റെ പിതാവെന്ന് ഇദ്ദേഹം അറിയപ്പെടാറുണ്ട്. നോൺ ആസ് ദി ഫാദർ ഓഫ് ലേബർ വെൽഫെയർ ഓർഗനൈസേഷൻ. ഓർത്ത് വെച്ചേക്കുക, ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റൻസസ് അദ്ദേഹത്തിന്റെ തിയറിയാണ് അല്ലേ. പിന്നെ പറയുന്നുണ്ട് നോൺ ആസ് ദ ഫാദർ ഓഫ് ലേബർ വെൽഫെയർ. കാരണം ഇദ്ദേഹം ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇത് പരിസരവാദ സിദ്ധാന്തം, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു സൊസൈറ്റിയിലെ ജീവനക്കാർക്ക് വേണ്ടി നല്ല സർക്കംസ്റ്റൻസസ്, അവരുടെ കുട്ടികൾക്കൊക്കെ വളരാൻ വേണ്ടി നല്ല സർക്കംസ്റ്റൻസസ് ഒക്കെ ആയിരുന്നു അല്ലെ, നല്ല പരിസരം അല്ലെ, നല്ലൊരു സാഹചര്യമാണ് അദ്ദേഹം ഒരുക്കിയത്. സ്കൂളുകളും കുട്ടികൾക്ക് വേണ്ടി ഇപ്പോൾ അദ്ദേഹത്തിന്റെ സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാരുടെ മക്കൾക്ക് വേണ്ടി നല്ല സ്കൂള്, കളിക്കാൻ പാർക്കുകൾ അല്ലേ, നല്ല കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു. പക്ഷെ അതൊന്നും അധികം കാലം നിലനിന്നിരുന്നില്ല. അന്നത്തെ കാലമല്ല, ഇന്ന് പോലും നമ്മൾ ഒരു മനുഷ്യരുടെ മാക്സിമം വർക്ക് ചെയ്യിക്കാറാണ്. അപ്പൊ അന്നത്തെ കാലം ആലോചിച്ച് നോക്കി,
പണ്ട് കാലത്ത് ഇത്രയാണ്. ഇന്ന് തന്നെ 10 മണിക്കൂർ 8 മണിക്കൂർ 10 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അന്ന് വർഷങ്ങൾക്ക് മുമ്പ് 10, 15, 16 മണിക്കൂറൊക്കെ ആൾക്കാരെ കൊണ്ട് ജോലി എടുപ്പിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അദ്ദേഹം ലേബേഴ്സിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്ത മനുഷ്യനാണ് കേട്ടോ. പിന്നെ വില്ലേജ് കോർപ്പറേഷൻ റോബർട്ട് ഓവനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അതൊന്ന് ഓർത്തേക്കണം കേട്ടോ. ഇതൊന്നും അത്ര വിശദമായിട്ട് പഠിക്കണ്ട, ഒന്ന് ഓർത്ത വില്ലേജ് കോർപ്പറേറ്റീവ്സ് ഈസ് അസോസിയേറ്റഡ് വിത്ത് റോബർട്ട് ഓവൻ എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് കോർപ്പറേറ്റീവ് ഐഡിയോളജി. ഓക്കെ, ആ ഒരു ഐഡിയ, സഹകരണം എന്ന് പറയുന്ന ഒരു ഐഡിയോളജിയുടെ പിതാവായിട്ടും ഇദ്ദേഹത്തെ കണക്കാക്കാറുണ്ട്. കൺസിഡേർഡ് ആസ് ദി ഫാദർ ഓഫ് കോർപ്പറേറ്റീവ് ഐഡിയോളജി, കൺസിഡേർഡ് ആസ് ദി ഫാദർ ഓഫ് കോർപ്പറേറ്റീവ് ഐഡിയോളജി എന്നും എന്താണ് റോബർട്ട് ഓവൻ അറിയപ്പെടാറുണ്ട് കേട്ടോ. കൺസിഡേർഡ് ആസ് ദി ഫാദർ ഓഫ് കോർപ്പറേറ്റീവ് ഐഡിയോളജി. ഓക്കെ, പിന്നെ അദ്ദേഹത്തിന് ചില തത്വങ്ങളാണ്. നോ കോമ്പറ്റീഷൻ, നോ മണി, നോ പ്രോഫിറ്റ്. മത്സരമില്ല, പണമില്ല, എന്താണ് ലാഭമില്ലാത്ത കാര്യങ്ങൾ അല്ലേ. ഈ പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് അവിടെ കൂടുതലും ആ ഒരു കോമ്പറ്റീഷൻ വരിക. അപ്പോൾ പ്രോഫിറ്റിലേക്കൊന്നും നോക്കുന്നില്ല, അങ്ങനെ നോക്കുന്നില്ല. നമ്മൾ നല്ല സാധാരണ ഇത് വർക്കാണ്, അവിടെ കോമ്പറ്റീഷൻ ഇല്ല. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന ഒരു ഐഡിയോളജി ആയിരുന്നു അല്ലേ, ഐഡിയ ആയിരുന്നു നോ കോമ്പറ്റീഷൻ, നോ മണി ആൻഡ് നോ പ്രോഫിറ്റ്. ഇതൊക്കെ അമ്പയെ പരാജയപ്പെട്ടു കേട്ടോ, ഇതൊന്നും വിജയിച്ചിട്ടില്ല. നോ കോമ്പറ്റീഷൻ, നോ മണി, നോ പ്രോഫിറ്റ് ആരുമായിട്ട് ബന്ധപ്പെട്ടാണ് റോബർട്ട് ഓവൻ്റെ അദ്ദേഹത്തിൻ്റെ ലേബർ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ അദ്ദേഹം നല്ല ഒരു ഐഡിയോളജി കൊണ്ടുവന്നു, പക്ഷെ അത് പൊട്ടിപ്പോയി. അതെന്താണ്, അമ്പയെ പരാജയപ്പെട്ട് ഫെയിലായിപ്പോയി. എന്നാണ് 8 hours ഓഫ് ലേബർ, 8 hours ഓഫ് റിക്രിയേഷൻ, 8 hours ഓഫ് റെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ന്യൂ ലിനാർക്ക് ബൈ റോബർട്ട്. അദ്ദേഹത്തിന്റെ മില്ലിൽ കൊണ്ടുവന്ന ആ ഒരു ഐഡിയോളജിയാണ്. 8 മണിക്കൂർ, 24 മണിക്കൂറിനെ അദ്ദേഹം 3 തരംതിരിക്കുന്നു അല്ലേ. 24 മണിക്കൂറിനെ അദ്ദേഹം 3 തരംതിരിക്കുന്നു. 8, 8, 8 അതാണ് 8 മണിക്കൂർ ജോലി അല്ലെ. 8 മണിക്കൂർ ജോലി എടുത്താൽ മതി, വർക്ക് ചെയ്താൽ മതി. 8 മണിക്കൂർ എന്താണ് പറയുക, റീക്രിയേഷൻ, ഉല്ലാസം, നമ്മൾ എൻജോയ് ചെയ്യാനൊക്കെ ആയിട്ട് അല്ലെ. റീക്രിയേഷനായിട്ട് 8 മണിക്കൂർ, 8 മണിക്കൂർ റെസ്റ്റും വേണം. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്ക് നമ്മൾ ജോലി ചെയ്യുന്ന 8 മണിക്കൂർ നല്ല രീതിയിൽ നമുക്ക് പ്രൊഡക്ഷൻസ് നടത്താൻ പറ്റും അല്ലേ. നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് ആ ടൈം ഉപയോഗിക്കുക. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ ഉല്ലാസം അല്ലേ. 24 ഒരു ദിവസം കഴിഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് പോലും നമ്മളെ കൊണ്ട് 10 മണിക്കൂർ കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്നത്തെ കാലം ആലോചിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അമ്പയെ പരാജയപ്പെട്ടു. പക്ഷെ അതിന് നല്ല ഐഡിയ ആയിരുന്നു. പിന്നെയാണ് ലേബർ നോട്ടുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അല്ലേ. റോബർട്ട് ഓവൻ ഫസ്റ്റ് കാൽക്കുലേറ്റ് വർക്കിംഗ് അവേഴ്സ് ഓഫ് പ്രോഡക്റ്റ് ആൻഡ് കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് പ്രോഡക്റ്റ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ലേബർ നോട്ട് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ, അടുത്ത സ്ലൈഡിൽ വരുന്നുണ്ട്. ഓർത്തുക, റോബർട്ട് ഓവൻ വാസ് ഫസ്റ്റ് കാൽക്കുലേറ്റ് ദ വർക്കിംഗ് അവേഴ്സ് ഓഫ് എ പ്രോഡക്റ്റ്. അപ്പോൾ ഒരു പ്രോഡക്റ്റിന്റെ വർക്കിംഗ് അവേഴ്സ് ആദ്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് റോബർട്ട് ഓവൻ ആണ്. ആൻഡ് കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് ദ പ്രോഡക്റ്റ്. പിന്നെ എന്ത് ചെയ്യുകയാണ്, എത്ര മണിക്കൂർ വേണം അതിനനുസരിച്ച് തന്നെ എന്താണ് ആ പ്രോഡക്റ്റിന്റെ വാല്യൂ അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പുറത്ത് നോക്കുക, റോബർട്ട് ഓവൻ ഫസ്റ്റ് കാൽക്കുലേറ്റഡ് ദ വർക്കിംഗ് അവേഴ്സ് ഓഫ് പ്രോഡക്റ്റ് ആൻഡ് കാൽക്കുലേറ്റഡ് ദ വാല്യൂ ഓഫ് ദ പ്രോഡക്റ്റ്. അടുത്താണ് അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോഫിറ്റ് വാസ് ദ മോട്ടോ ഓഫ് റോബർട്ട് ഓവൻ. ഇപ്പോൾ റോബർട്ട് ഓവന്റെ മോട്ടോ എന്തായിരുന്നു, അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോഫിറ്റ് അല്ലേ. അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോഫിറ്റ് വാസ് ദ മോട്ടോ ഓഫ് റോബർട്ട് ഓവൻ. പിന്നെ അദ്ദേഹത്തിന്റെ പറയുന്നുണ്ട്, അദ്ദേഹം ഈ ചൈൽഡ് ലേബർ ഒക്കെ നിരോധിക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ എന്താണ് ചെയ്തിരുന്നു. ബാലവേലയൊക്കെ നിരോധിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ റോബർട്ട് ഓവൻ അന്ന് അവിടെ ചെയ്തിരുന്നു ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ഇത് നമ്മൾ പറഞ്ഞു, അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോഫിറ്റ് വാസ് ദ മോട്ടോ ഓഫ് റോബർട്ട് ഓവൻ. പിന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് 2 ഒന്ന് പഠിച്ചിട്ട് പോകണം കേട്ടോ. ഇത് 2 നിങ്ങൾ ഒന്ന് പഠിച്ചിട്ട് പോകണം. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. എന്താണ്, ഓവൻ ഡിഡ് നോട്ട് ഇൻവെന്റ് കോർപ്പറേഷൻ ബട്ട് ഹി വാസ് ദ ഇൻസ്പിറേഷൻ ബിഹൈൻഡ് ദ കോർപ്പറേഷൻ. അതായത് ഇവിടെ നമ്മുടെ CRF പറയുക, അത് വളരെ പ്രധാനപ്പെട്ടാണ്. ഒരുപാട് തവണ PYQ ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പറയുക, റോബർട്ട് ഓവൻ ഡിഡ് നോട്ട് ഇൻവെന്റ് കോർപ്പറേഷൻ. റോബർട്ട് ഓവൻ എന്താണ് കോർപ്പറേഷൻ ഇൻവെന്റ് ചെയ്തിട്ടില്ല. ബട്ട് ഹി വാസ് ദ ഇൻസ്പിറേഷൻ ബിഹൈൻഡ് ഇറ്റ്, അല്ലെ ഹി വാസ് ദ ഇൻസ്പിറേഷൻ ബിഹൈൻഡ് ദ കോർപ്പറേഷൻ. CRF പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഒന്നുകൂടെ ഓർത്ത് വെച്ചേക്കുക, ഓവൻ ഡിഡ് നോട്ട് ഇൻവെന്റ് കോർപ്പറേഷൻ ബട്ട് ഹി വാസ് ദ ഇൻസ്പിറേഷൻ ബിഹൈൻഡ് ദ കോർപ്പറേഷൻ. പറഞ്ഞ ആരാണ്, CRF ആണ്. ഓക്കെ എന്ന് വിചാരിക്കുന്നു. അടുത്ത പറയുന്നത് ന്യൂ വ്യൂ ഓഫ് എ സൊസൈറ്റി ഈസ് റിട്ടൺ ബൈ റോബർട്ട് ഓവൻ. ഓക്കെ, ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി എന്ന് പറയുന്ന ബുക്ക് റോബർട്ട് ഓവൻ എഴുതിയതാണ്. ദ ന്യൂ വ്യൂസ് ഓഫ് എ സൊസൈറ്റി ഈസ് റിട്ടൺ ബൈ റോബർട്ട് ഓവൻ. പിന്നെയാണ് വില്ലേജ് കോപ്പറേറ്റീവ്സ് ഫൗണ്ടഡ് ബൈ റോബർട്ട് ഓവൻ. വില്ലേജ് കോപ്പറേറ്റീവ്സ് റോബർട്ട് ഓവനോട് ബന്ധപ്പെട്ടാണ്, അത് ഫൗണ്ട് ചെയ്തതും റോബർട്ട് ഓവൻ ആണ് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ദ എഡിറ്റർ ഓഫ് ഡെയിലി കോൾഡ് ന്യൂ മോറൽ വേൾഡ് അല്ലേ. ന്യൂ മോറൽ വേൾഡ് എന്ന് പറഞ്ഞ ഡെയിലിയുടെ പത്രത്തിന്റെ എഡിറ്റർ ആരായിരുന്നു, അത് റോബർട്ട് ഓവൻ ആണ്. ദ എഡിറ്റർ ഓഫ് ഡെയിലി കോൾഡ് ന്യൂ മോറൽ വേൾഡ് ആരാന്ന് ചോദിച്ചാൽ റോബർട്ട് ഓവൻ ആണ്. വില്ലേജ് കോപ്പറേറ്റീവ്സ് ഫൗണ്ട് ചെയ്തത് റോബർട്ട് ഓവൻ ആണ്. ദ ന്യൂ വ്യൂ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് റോബർട്ട് ഓവൻ ആണ് അല്ലേ. ശരിയല്ലേ? ഓക്കെ, അടുത്ത പോയിന്റ് ആണ് ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്
പുട്ട് ഫോർവേഡ് ബൈ റോബർട്ട് ഓവൻ. റോബർട്ട് ഓവൻ മുൻപോട്ട് വെച്ച ചില സഹകരണ തത്വങ്ങളെ കുറിച്ച് നോക്കാം. അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോഫിറ്റ് അല്ലേ, എന്നാണ് അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോഫിറ്റ്, വോളണ്ടറി അസോസിയേഷൻ, കോമൺ ഓണർഷിപ്പ് ഓഫ് പ്രൊഡക്ഷൻ, പിന്നെ യൂട്ടിലൈസേഷൻ ഓഫ് ദ വെൽത്ത് ഓഫ് ദ കമ്മ്യൂണിറ്റി ഫോർ ഇൻക്രീസിംഗ് ദ ബെനിഫിറ്റ് ഓഫ് ദ പീപ്പിൾ. അപ്പോൾ അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോഫിറ്റ്, വോളണ്ടറി അസോസിയേഷൻ, കോമൺ ഓണർഷിപ്പ് ഓഫ് പ്രൊഡക്ഷൻ, യൂട്ടിലൈസേഷൻ ഓഫ് വെൽത്ത് ഓഫ് ദി കമ്മ്യൂണിറ്റി ഫോർ ഇൻക്രീസിംഗ് ദി ബെനിഫിറ്റ് ഓഫ് ദ പൂർ. ഇതൊക്കെ അദ്ദേഹം മുൻപോട്ട് വെച്ച ചില തത്വങ്ങളായിരുന്നു. അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോഫിറ്റ് നോക്കുക. പിന്നെ ഇദ്ദേഹം എന്താണ് നാഷണൽ ഇക്വിറ്റബിൾ ലേബർ എക്സ്ചേഞ്ച് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. എന്ത് സ്റ്റാർട്ട് ചെയ്തു? നാഷണൽ ഇക്വിറ്റബിൾ, എന്താണ് ഓർത്ത് വെക്കുക കേട്ടോ, നാഷണൽ ഇക്വിറ്റബിൾ ലേബർ എക്സ്ചേഞ്ച് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അത് ഒന്ന് നാഷണൽ ഇക്വിറ്റബിൾ ലേബർ എക്സ്ചേഞ്ച് സ്റ്റാർട്ട് ചെയ്തു 1833 1833 ലണ്ടനിൽ ചാർലോട്ട് സ്ട്രീറ്റിൽ 1833 നാഷണൽ ഇക്വിറ്റബിൾ ലേബർ എക്സ്ചേഞ്ച് അദ്ദേഹം രൂപീകൃതമായത്. എന്താണ് നാഷണൽ ഇക്വിറ്റബിൾ ലേബർ എക്സ്ചേഞ്ച് രൂപീകൃതമായത് 1833 ഓർത്ത് വെച്ചു. ഓക്കെ, അടുത്ത പോയിന്റാണ്. കുറേയധികം പോയിന്റുകൾ പഠിക്കാനുണ്ട് അല്ലേ, ഇനിയുണ്ട്. ഞാൻ ജസ്റ്റ് ചുരുക്കി ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇവിടെ. അടുത്താണ് റോബർട്ട് ഓവൻ ഇൻ ലേബർ എക്സ്ചേഞ്ച് ലേബേഴ്സ് കോഡ് ലേബർ നോട്ട്സ്. ഇപ്പം ഇവിടെ ലേബർ നോട്ടുകളെ കുറിച്ച് ഞാൻ പറയും. ലേബർ എക്സ്ചേഞ്ച് ലേബർ നോട്ട് പറയുകയാണ്. ലേബർ നോട്ട് റെപ്രസെന്റിങ് ദ എസ്റ്റിമേറ്റഡ് വാല്യൂ ഓഫ് ദ ലേബർ പുട്ട് ഇൻ ഫോർ പ്രൊഡ്യൂസിങ് ദ ആർട്ടിക്കിൾ. അപ്പോൾ ലേബർ നോട്ട് ഞാൻ പറഞ്ഞു, ഒരാൾ ഒരു പ്രോഡക്റ്റ് രൂപീകരിക്കാൻ വേണ്ടി, ഉണ്ടാക്കാൻ വേണ്ടി അല്ലേ, മേക്ക് ചെയ്യാൻ വേണ്ടി എത്ര മണിക്കൂറാണോ ആ വ്യക്തി അതിൽ ചിലവഴിച്ചത് അത്രത്തോളം ആയിരിക്കും ആ പ്രോഡക്റ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഷർട്ട് മേക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ 5 മണിക്കൂർ എടുത്തെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ വാല്യൂ 5 മണിക്കൂർ. അതാണ് അർത്ഥം കേട്ടോ. പിന്നെ ദ മെയിൻ ഒബ്ജക്ട് ഓഫ് കോപ്പറേറ്റീവ് കോളനി ഈസ് ദി എലിമിനേഷൻ ഓഫ് മിഡിൽമെന്നിന്. കോപ്പറേറ്റീവ് കോളനി രൂപീകരിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണ്? എല്ലാവരും ഒരുമിച്ച്, പ്രൊഡ്യൂസേഴ്സും അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ചല്ലേ. അപ്പോൾ അവിടെ എന്താ പിന്നെ മിഡിൽമെൻ്റെ കാര്യമുണ്ടോ? അതാണ് ദ മെയിൻ ഒബ്ജക്ട് ഓഫ് കോപ്പറേറ്റീവ് കോളനി ഈസ് ദ എലിമിനേഷൻ ഓഫ് മിഡിൽമെന്നെ ഒഴിവാക്കുമായിരുന്നു കോപ്പറേറ്റീവ് കോളനിയുടെ പ്രധാന ലക്ഷ്യം എന്ന് ഓർത്ത് വെച്ചു. അപ്പോൾ എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു അല്ലേ. എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി ഈസ് എ ബുക്ക് റിട്ടൺ ബൈ ഓവൻ. ഓവൻ എഴുതിയ ബുക്കാണ് ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി. പിന്നെ റോബർട്ട് ഓവൻ ഡൈഡ് ഇൻ ദ ഇയർ 1858 നവംബർ 17. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് റോബർട്ട് ഓവനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇദ്ദേഹമായിരുന്നു അല്ലേ. ഓക്കെ, ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫോട്ടോ ആണ് അല്ലേ. അദ്ദേഹമാണ് റോബർട്ട് ഓവൻ. നമ്മൾ കാണുന്ന നമ്മളെല്ലാം കോപ്പറേറ്റീവ് ബാങ്കുകളിലൊക്കെ ജോലി ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്നവരല്ലേ. അപ്പം എന്താണ് അത് ഇദ്ദേഹം കാരണമാണ്. കാരണം ഈ ഒരു ഐഡിയോളജി, ഈ ഒരു മൂവ്മെന്റ്, സഹകരണ പ്രസ്ഥാനം രൂപീകരിച്ചതാരാണ്? റോബർട്ട് ഓവനാണ്. ഓക്കെ, റോബർട്ട് ഓവൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. റോബർട്ട് ഓവൻ മാത്രമേ നമ്മൾ ഇവിടെ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് വില്യം കിങ്ങിനെ കുറിച്ച് പഠിക്കാനുണ്ട്, റോക്ക് ഡൈൽസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഇവരെല്ലാം എന്താണ് നമ്മുടെ ആ ഒരു ഇംഗ്ലണ്ടിൽ വരുന്നതാണ്. ഫോറിൻ കോർപ്പറേഷൻ പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ ഇംഗ്ലണ്ട്, പിന്നെ ജർമ്മനി, അവിടെയുണ്ട് കേട്ടോ. ഷൂൾസ് ഉണ്ട്, റൈഫേഴ്സിനുണ്ട്, കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പം ഇത് നിങ്ങളിന്ന് പഠിച്ചേക്കുക കേട്ടോ. ഓക്കെ, പ്രധാനപ്പെട്ട പോയിന്റ്സിലൊക്കെ ഞാൻ പറഞ്ഞു. പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള പോയിന്റ്സും ഞാൻ പറഞ്ഞു. പ്രധാനപ്പെട്ട പോയിന്റ്സും പറഞ്ഞു. പ്രീവിയസ് ആയിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ള പോയിന്റ്സും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്താണ് ഈ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കി നിങ്ങൾ പഠിക്കുമ്പോൾ ഷോർട്ട് നോട്ടും കൊണ്ട് എഴുതുക കേട്ടോ. ഞാൻ ആ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറഞ്ഞില്ലേ, നിങ്ങളൊരു ബുക്കിൽ ഷോർട്ടായിട്ട് എഴുതി വെക്കുക. അത് നിങ്ങൾ ബുക്കിൽ എന്ത് ചെയ്യുക, ഷോർട്ട് നോട്ടായിട്ട് എഴുതി വെക്കുക. ഓക്കെ, എല്ലാവർക്കും നല്ല നല്ല റെസ്പോൺസുകളാണ് എല്ലാ കുട്ടികളും തരുന്നത്. അപ്പം നമ്മൾ വീണ്ടും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. കഴിഞ്ഞ ദിവസം ലോഡ് അപ്ലോഡ് ചെയ്തു. ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഏതാണ്? കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അടുത്ത ദിവസം നമ്മൾ അക്കൗണ്ടൻസി, ബാങ്കിങ്, GK, ഇംഗ്ലീഷ്, മാത്സ് എല്ലാത്തിനും ക്ലാസ്സുകൾ. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. ഞാൻ വീണ്ടും പറയുകയാണ്, ഞങ്ങളെ വിശ്വസിക്കും. നമുക്ക് ഒരുമിച്ച് നിന്ന് കേട്ടോ, നമുക്ക് ഈ CSCB എക്സാം ക്ലിയർ ചെയ്യാം. അങ്ങനെ ഒരുപാട് കുട്ടികൾ നമ്മളോട് പറയാറുണ്ട് അല്ലേ, സാമ്പത്തികപരമായിട്ടായിക്കോട്ടെ എന്നാണ് നമുക്ക് ഒരു ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പോയി പഠിക്കാൻ സാധ്യമല്ലാത്ത കുട്ടികൾക്ക് ഉണ്ടാവാം. പിന്നെ ജോലിക്ക് പോകേണ്ട കുട്ടികളൊക്കെ. അപ്പം നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ വിജയിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ചാനൽ. ഒരുപാട് കുട്ടികൾ നമ്മൾ പറയാറുണ്ട് പേഴ്സണലായിട്ട്. നമ്മൾ പല സ്ഥലങ്ങൾ പഠിപ്പിക്കുമ്പോൾ സാമ്പത്തിക പരാധീനതകളൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയാം, സാമ്പത്തികം എന്ന് പറയുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ, എല്ലാവർക്കും. നമ്മൾ പഠിച്ച് ഒരു ജോലി നേടിയാൽ, ഞാൻ വീണ്ടും പറയണ്ടേ, ഒരു സഹകരണ ബാങ്കിൽ കയറി കഴിയുമ്പോൾ സാലറി കൂട്ടിയല്ലോ അല്ലേ, നമ്മുടെ ഒരു DA ഒക്കെ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ പോലെ ഒരു 32 രൂപ 33 രൂപയൊക്കെ ഇപ്പം സൂപ്പർ ബാങ്കിൽ കയറുകയാണെങ്കിൽ 35,000 രൂപ അടുത്ത് നമുക്ക് സ്റ്റാർട്ടിങ് സാലറി. പിന്നെ ഞാൻ പറഞ്ഞൊരു 16,800 ലാഭത്തിൽ പോകുന്ന ബാങ്കുകളാണ് 16,800 രൂപ ബോണസ്. പിന്നെ നമുക്ക് മെഡിക്കൽ അലവൻസുകൾ, ഈവൻ ഒരു കണ്ണാടി മേടിച്ചാൽ പോലും അതിനും പോലും എന്താണ് 1,500 രൂപ നമുക്ക് അലവൻസ് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇതുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മാർച്ചിലാണെങ്കിൽ നമുക്കറിയാം ഡബിൾ സാലറി, ലീവ് ഇൻ ക്യാഷ് ചെയ്തിട്ട് ഡബിൾ സാലറി നമുക്ക് മാർച്ചിൽ ലഭിക്കുന്നുണ്ട്.
പിന്നെ ജൂനിയർ ക്ലർക്കായിട്ട് കയറിയ അടുത്ത സീനിയർ ക്ലർക്ക്, അക്കൗണ്ടന്റ്, ബ്രാഞ്ച് മാനേജർ, അസിസ്റ്റന്റ് സെക്രട്ടറി അല്ലെ ചീഫ് അക്കൗണ്ടന്റ്, ആ റേഞ്ച്. പിന്നെ സെക്രട്ടറി. അങ്ങനെ നല്ല നമ്മുടെ കരിയറിന് നല്ല ഒരു എന്താണ് പറയുക, ഒരു കരിയർ ഗ്രോത്തിന് നമുക്ക് ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് എന്താണ് പരീക്ഷ എഴുതിയാൽ 6 മാസം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പഠിച്ചാൽ കേട്ടോ. അപ്പോൾ എല്ലാവരും ആരും പഠിക്കണ്ട, നമ്മൾ ഫുൾ സിലബസ് ഇവിടെ ഫ്രീ ആയിട്ട് തന്നെ എന്താ പറയുക, ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ ഫുൾ ക്ലാസ്സസ് ഇവിടെ നിങ്ങൾക്ക് ലഭ്യമാക്കി തരും കേട്ടോ. ധൈര്യമായിട്ട് നിങ്ങൾ ഇരിക്കുക, നിങ്ങൾ എന്നെ വിശ്വസിക്കുക, നിങ്ങൾ പഠിക്കുക. പിന്നെ ഞാൻ ഇവിടെ നമ്മുടെ ചാനൽ നിങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, നമ്മുടെ വീഡിയോസുകളൊക്കെ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താണ് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തേക്കുക. കാരണം നമ്മൾ ഇന്നും ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് പുതിയ ഒരു വീഡിയോയുമായിട്ട് നാളെ കാണാം കേട്ടോ. നാളെ നമുക്ക് കാണാം. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.